വയസ്സായവർക്ക് ഇതിൽ പൂണ്ട് പോയാൽ കാലൊക്കെ പൂണ്ട് പോയാൽ വേറെ എന്തെങ്കിലും അസുഖമൊക്കെ അതിനെ ഒന്നും പറഞ്ഞൊക്കെ ഒലിച്ച് വരുന്ന വെള്ളമല്ല, അസുഖങ്ങളൊക്കെ വലിയ വരൂലേ. ഏതൊക്കെ വെള്ളം വലിയൊക്കെ മൂത്രയിച്ച വെള്ളവും ഇല്ലാത്ത സുഖേട് മറ്റൊരിക്ക് വരും. എങ്ങനെയോ ആണ് ചാടിക്കിടന്ന്, കാലിനാണ് വയ്യാത്ത, ആ കാലുകൊണ്ടാണ് വെള്ളത്തിൽ കൂടെ നീന്തി. ഇപ്പോൾ കാലങ്ങനെ കടച്ചിലെടുത്തിട്ട് നിൽക്കാൻ കഴിയില്ല. പിന്നെ അങ്ങോട്ടേക്ക് പോകണോ, എത്ര പാടുപെട്ടിട്ട് പോകണോ? രോഗികൾക്കും ഒപ്പമെത്തുന്നവർക്കും മലിനജലത്തിലൂടെ യാത്ര ചെയ്യേണ്ടുന്ന ദുർഗതി. കോഴിക്കോട് ബീച്ച് ജനറൽ ആശുപത്രിയിൽ മണിക്കൂറുകളോളം ഇങ്ങനായിരുന്നു സ്ഥിതി. രാവിലെ പെയ്ത മഴയിലാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. കോർപ്പറേഷൻ ഓടയിലെ തടസ്സമാണ് കാരണം. മുഴുവൻ ഓടകളും കോർപ്പറേഷൻ പൂർണ്ണമായി വൃത്തിയാക്കാത്തതാണ് പ്രശ്നമെന്ന് സ്ഥലം കൗൺസിലർ. സ്ലാബ് നീക്കി വെള്ളമൊഴുക്കി താൽക്കാലിക പരിഹാരം കണ്ടു. ശാശ്വത പരിഹാരം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കയറുന്ന ഡ്രെയിനേജുകൾ പുറത്തുകൂടെ കടലിലേക്ക് നേരെ ആക്കി കഴിഞ്ഞാൽ ഇതിന് ശാശ്വത പരിഹാരമാവും. ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ ഹെൽത്ത് ചെയർപേഴ്സനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞത് ഇതിനൊരു സ്പെഷ്യൽ ഫണ്ടിനെ റിക്വസ്റ്റ് കൊടുക്കാൻ, ഇതിൻ്റെ അകത്തുള്ള ഡ്രെയിനേജ് മൊത്തമായിട്ട് ക്ലീൻ ചെയ്യാൻ. അപ്പോൾ അതെന്തായാലും ചെയ്യും, ഫണ്ട് കോർപ്പറേഷൻ അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ മഴക്കാലത്തും പല തവണകളിലായി ഇതേ സ്ഥലത്ത് വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. അന്ന് ഓടയിൽ നിന്ന് നീക്കം ചെയ്ത പ്ലാസ്റ്റിക് മാലിന്യമാണ് ആശുപത്രി വളപ്പിൽ തന്നെ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.